ഹെ ഗായ്സ്, ഈ വീഡിയോ എന്തിനെ പറ്റിയെന്നല്ലേ? നത്തിങ് 3നെ പറ്റിയതാണ്. പക്ഷെ ഇതൊരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ അല്ല. ഇതിന്റെ ഹൈലൈറ്റ്സും ഡ്രോബാക്സും മാത്രം പറയുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം, അതിൽ കയറി കണ്ടാൽ മതി. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. സോ ഹൈലൈറ്റ്സ്. ഇതിന്റെ ഫസ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഡോട്ട് മെട്രിക്സ് നമുക്ക് കസ്റ്റമൈസേഷന് അവൈലബിൾ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട് മെട്രിക്സിൽ നമുക്ക് എന്തൊക്കെ വേണോ അതൊക്കെ കസ്റ്റം ചെയ്ത് ഇടാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഒരു പേഴ്സണ് വേണ്ടി ഒരു പ്രത്യേക ലോഗോ നിങ്ങൾക്ക് അതിൽ കസ്റ്റം ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അയാളുടെ കോൾ വരുമ്പോഴത്തേക്ക് ആ ലോഗോ ഈ ഡോട്ട് മെട്രിക്സിൽ തിളങ്ങി കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. അത് മാത്രമല്ല, ഇതിൽ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് കസ്റ്റം ചെയ്ത് ഇടാൻ പറ്റും. പിന്നെ സ്റ്റോപ്പ് വാച്ചും അവൈലബിൾ ആണ്. സോ ഇത് ഒരു നല്ല ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ, ഗ്ലിഫ്ലൈറ്റ് നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റുമായിരുന്നു. എങ്കിലും ഡോട്ട് മെട്രിക്സിൽ കുറച്ചും കൂടെ നമുക്കൊരു ഇമേജ് ഓറിയന്റഡ് കസ്റ്റമൈസേഷൻ ആണല്ലോ, അപ്പം നമുക്ക് കുറച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ആ ഒരു രീതിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡോട്ട് മെട്രിക്സ് ഈസ് ഓക്കെ. അടുത്ത ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് ഇതിന്റെ ടച്ച് സെൻസിറ്റീവ് ബട്ടൺ ആണ്. ഇങ്ങനെയാണ് പേരെങ്കിലും അതിനൊരു ബട്ടൺ ഫീല് നമുക്ക് തരത്തില്ല. ഇത് നമ്മുടെ ഫോണിന്റെ ബാക്കിൽ തന്നെയാണ്. നമുക്ക് പക്ഷെ ഒരു ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട് എന്നുള്ള ഫീൽ ഒന്നും വരത്തില്ല. നമ്മളൊന്ന് അമർത്തി പിടിച്ചാൽ മാത്രമേ അത് വർക്ക് ആകത്തുള്ളൂ. പക്ഷെ അത് വർക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ മെട്രിക്സ് ഓൺ ആവുകയും ചെയ്യും. നമുക്കിപ്പോ നമ്മൾ ബോറടിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഗെയിം ഒക്കെ കളിക്കാൻ പറ്റും. അതിലിപ്പോ സ്റ്റോൺ പേപ്പർ സിസർ ഒക്കെ അവൈലബിൾ ആണ്. മേ ബി ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് കുറച്ചുകൂടെ ഗെയിം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 3, ഇതിന്റെ ബാക്ക് ഗ്ലാസ് ആണ് എങ്കിലും ഒരു ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ് ഒന്നുമല്ല. സോ നമ്മളിങ്ങനെ പിടിച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഫിംഗർ പ്രിന്റ് അവിടെ ഒട്ടി പതിഞ്ഞിരുന്നിട്ട് നമുക്കൊരു ഈ കാണുന്ന വ്യക്തികൾക്ക് ഒരു അരോചകത്വം വരത്തില്ല. 4, എസെൻഷ്യൽ കീ കൊണ്ട് നമ്മൾ സ്ക്രീൻഷോട്ടാണ് എടുക്കാറുള്ളത്. ഈ എടുക്കുന്ന സ്ക്രീൻഷോട്ടൊക്കെ എസെൻഷ്യൽ സ്പേസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി കിടക്കും. സോ നമുക്ക് അതിൽ റിമൈൻഡർ വെക്കാനും നമുക്ക് നോട്ട്സ് ആഡ് ചെയ്യാനും പിന്നെ നമുക്ക് ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എന്തെങ്കിലും ഓൺലൈൻ ഷോപ്പിങ്ങിൽ കയറി സെർച്ച് ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും. 5, ഇതിന്റെ ചാർജിങ്. ഈ 4 തരത്തിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. 65 വാട്ടിന്റെ വയർഡ് ചാർജിങ് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും അവൈലബിൾ ആണ്. 7.5 വാട്ടിന്റെ റിവേഴ്സ് ചാർജിങ്ങും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വയർലെസ് റിവേഴ്സ് ചാർജിങ്ങും ഇതിൽ അവൈലബിൾ ആണ് 5 വാട്ടിന്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുമ്പോഴത്തേക്കും സെൽഫി എടുക്കുമ്പോഴത്തേക്കും ഡീറ്റെയിലിംഗ് ഒക്കെ വളരെ നല്ല ഡീറ്റെയിലിംഗിലാണ് കിട്ടുന്നത്. ഫോട്ടോസും വലിയ കുഴപ്പമില്ല. പക്ഷെ മാക്രോ ഫോട്ടോസ് എടുത്ത് പറയാം, നല്ല ക്വാളിറ്റി ഡിഫൈനിങ് ഫോട്ടോസ് ആണ് മാക്രോ ലെൻസിൽ നമുക്ക് കിട്ടുന്നത്. അടുത്ത 7, ഇതില് നമുക്ക് ബാക്കിൽ ക്യാമറയുടെ ബിറ്റ്വീനിൽ നമുക്കൊരു റെഡ് സ്ക്വയർ ലൈറ്റ് കാണാം. ഇത് ശരിക്കും ഒരു LED ലൈറ്റ് ആണ്. ഇത് സാധാരണ നത്തിങ് ഫോണിലൊന്നും ബ്ലിങ്ക് ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ നമ്മുടെ നത്തിങ് 3യിൽ ഇത് ബ്ലിങ്ക് ചെയ്യും. സോ നമുക്ക് ഇത് ഹെൽപ്ഫുൾ ആവുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വ്ലോഗ് എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു റീൽ എടുക്കുകയാണ് എങ്കിൽ ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. മീൻസ് ഇപ്പോ ഫോണ് റെക്കോർഡിങ്ങിലാണ് എങ്കിൽ ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. 8, ഇതിന്റെ ഗെയിമിങ്. ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് 120 FPS ഇത് കളിക്കാൻ പറ്റും. 9, ഒരു വിഡ്ജറ്റ് ആയിട്ടാണ് നമുക്ക് അവൈലബിൾ ആവുന്നത്. ന്യൂസിന്റെ കാര്യമാണ്. ഇപ്പൊ നമുക്ക് ആ ന്യൂസ് ഒക്കെ കസ്റ്റം ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ടെക് ന്യൂസ് ആണ് കേൾക്കുന്നതെങ്കിൽ ടെക് ന്യൂസ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാം. ഫാഷൻ ആണെങ്കിൽ ഫാഷൻ ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാം. നമുക്കൊരു സിമ്പിൾ ഇംഗ്ലീഷിൽ നല്ലൊരു ന്യൂസ് റീഡറെ നത്തിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു നല്ല ഫീച്ചർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. 10, ഇത് IP68 റേറ്റഡ് ആണ്. 11, ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന അപ്ഡേറ്റ്സ് 5 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 7 വർഷത്തെ സെക്യൂരിറ്റി പാച്ചുമാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് ഡ്രോബാക്സ് ആയാലോ. നമ്പർ 1, ഇതിന്റെ ഗ്ലിഫ് ലൈറ്റ്. കാരണം നത്തിങ് ഫോണിന്റെ ഐഡന്റിറ്റി എന്ന് തന്നെ പറയുന്നത് അതിന്റെ ഗ്ലിഫ് ലൈറ്റ് ആയിരുന്നു. ആദ്യം ഗ്ലിഫ് ലൈറ്റ് ഇറക്കുമ്പോൾ എല്ലാവരും ഒരു തമാശ രൂപേണ ഇതിൽ ലൈറ്റ് കത്തും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കിയിരുന്നു. എങ്കിലും ഇന്ന് നത്തിങ് ഫോണിന്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഗ്ലിഫ് ലൈറ്റ് തന്നെയാണ്. അത് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഇറക്കിയപ്പോൾ നമ്മുടെ നത്തിങ്കാർ മറന്നുപോയത് എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. 2, ഇതിലൊരു LTPO ഡിസ്പ്ലേ അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് LTPS ഡിസ്പ്ലേ ആണ്. ഡൗട്ട് ആണ് LTPOയും PS തമ്മിലുള്ള വ്യത്യാസം. LTPO ഡിസ്പ്ലേയില് 120 Hz മുതൽ 1 Hz വരെ നമ്മുടെ റിഫ്രഷ് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ ബാറ്ററി ലൈഫിനെ കുറച്ചും കൂടെ കിട്ടാൻ സാധിക്കും.
കാരണം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് പോലെ ആയിരിക്കും നമ്മുടെ ഫോണിൽ റിഫ്രഷ് റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ലൈറ്റ് യൂസ് ഒക്കെ ആണ് എങ്കിൽ ഈ 120 FPS വളരെ കുറഞ്ഞ് ഒരു 10 FPS അല്ലെങ്കിൽ 20 അങ്ങനെയൊക്കെ മാറും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫോൺ യൂസ് ചെയ്യാതെയൊക്കെ ഇരിക്കുകയാണ് എങ്കിൽ അത് നമ്മുടെ ബാറ്ററി ലൈഫിനെ വളരെയധികം നിലനിർത്താൻ സഹായിക്കും. എന്നാൽ LTPS ഡിസ്പ്ലേയിൽ 120 തൊട്ട് 30 FPS വരെ മാത്രമേ ഈ ഒരു റിഫ്രഷ് റേറ്റ് ചേഞ്ച് ആവത്തുള്ളൂ. പിന്നെ 3, ഫോണിന്റെ ഡിസൈനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയാലോ, ഇതിന്റെ ബാക്ക് വന്നിട്ട് ഗ്ലാസ് ആണ്, അതും ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സ്. എന്നാൽ ഇതിന്റെ ഡിസ്പ്ലേയിൽ പ്രൊട്ടക്ഷൻ ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്ത് ഗൊറില്ല ഗ്ലാസ് 7i ആണ്. എന്ന് പറഞ്ഞാൽ ഈ 7i യൂസ് ചെയ്യുന്നത് മിഡ് റേഞ്ച് ഫോൺസിലാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് നമുക്കൊരു മിഡ് റേഞ്ച് ഫോൺ യൂസ് ചെയ്യുന്ന ഗൊറില്ല ഗ്ലാസ് മാത്രമാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. 4, ഇതിൽ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണിലൊക്കെ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് ആണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. അതാണ് കുറച്ചും കൂടെ എഫക്റ്റീവ്. 5, HDR കണ്ടന്റ് അവൈലബിൾ ആണ്, പക്ഷെ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ അല്ല. മേ ബി ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ കിട്ടുമായിരിക്കും, പക്ഷെ ഇപ്പൊ അവൈലബിൾ അല്ല. 6, ഇതിന്റെ പ്രോസസർ സ്നാപ്ഡ്രാഗൺ 8s Gen 4ന്റെ ചിപ്സെറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് വളരെ വലിയൊരു ഡിസപ്പോയിന്റഡ് ആയി. കാരണം ഇപ്പൊ ഫോൺ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ടെക്കിനെ പറ്റി അറിയാവുന്നത് അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് നോക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഫോണിൽ ഒരു സ്നാപ്ഡ്രാഗൺ 8 Eliteന്റെ ചിപ്സെറ്റ് എങ്കിലും കൊടുക്കാമായിരുന്നു. കാരണം ഇന്നത്തെ മാർക്കറ്റിൽ ഈ പറഞ്ഞ സെയിം ചിപ്സെറ്റ് 40,000 രൂപയുടെ താഴെയുള്ള സെഗ്മെന്റ്സിൽ കിട്ടുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് 80,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡബിൾ പൈസ കൊടുത്തിട്ടും നമുക്ക് ഈ ചിപ്സെറ്റ് നത്തിങ് പ്രൊവൈഡ് ചെയ്യുന്നു? അതും വളരെ വലിയൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയി. കാരണം നമുക്ക് പോക്കോ F7ലും IQ Neo 10ലും ഒക്കെ ഈ ഒരു ചിപ്സെറ്റ് തന്നെയാണ് തരുന്നത്. 7, ഇതിന്റെ UI നമുക്ക് പ്രസന്റ് ചെയ്യുന്നത് സാധാരണ നത്തിങ് ഫോണുകളിൽ കിട്ടുന്ന സെയിം എക്സ്പീരിയൻസ് ആണ്. ഒന്നും നമുക്ക് അവിടെ പ്രത്യേകിച്ച് കിട്ടുന്നില്ല. 8, ഇതിനൊരു ചാർജർ അഡാപ്റ്റർ ഇല്ല. കയ്യിൽ ചാർജർ അഡാപ്റ്റർ ഇല്ല എങ്കിൽ നിങ്ങൾ അതിനും പിന്നെയും ഒരു 3000 രൂപയോളം ചെലവാക്കേണ്ടി വരും, പിന്നെയും നഷ്ടം. അടുത്തതിന്റെ ക്യാമറ ക്വാളിറ്റി പറയുമ്പോഴത്തേക്കും ഒരു ആവറേജ് ഫോട്ടോ ക്വാളിറ്റി മാത്രമേ നമുക്ക് ഈ നത്തിങ് 3 തരുന്നുള്ളൂ. അതൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ സാംസങ്ങും ഷവോമിയും വിവോ ഒക്കെ നമുക്ക് ബെറ്റർ ഫോട്ടോ ക്വാളിറ്റീസ് ആണ് തരുന്നത്. അത് മാത്രമല്ല ഒരു നാച്ചുറൽ കളർ ഫിനിഷ് ഒന്നും അല്ല നമുക്ക് നത്തിങ് തരുന്നത്. ചില ഫോട്ടോകളിൽ ഭയങ്കര ഡള്ളാണ്, ചില ഫോട്ടോയിൽ കുറച്ച് ബ്രൈറ്റർ ആണ്. പിന്നെ പോർട്രേറ്റ് എടുക്കുമ്പോഴൊന്നും നമ്മുടെ എഡ്ജ് ഡിറ്റൻഷൻ ഒന്നും അത്ര പോരാ. സോ മേ ബി ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് ഇതൊക്കെ മാറാം, പക്ഷെ നിലവിൽ ഇതൊക്കെയാണ് സ്ഥിതി. അടുത്ത ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 3-4 ഫോട്ടോസ് കണ്ടിന്യൂസ്ലി എടുത്തു കഴിയുമ്പോൾ അടുത്തൊരു ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്ത ഫോട്ടോ ഒന്ന് പ്രോസസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് മേ ബി ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ മാറ്റുമായിരിക്കും. അവസാനത്തെ ഡ്രോബാക്ക്, ഇതിൽ കുറച്ച് നമ്മൾ ഹെവി ടാസ്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോൺ ഒന്ന് ഹീറ്റ് ആവുന്നു. പോക്കോയിൽ ഈ ഒരു ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മേ ബി അതിന്റെ രണ്ടിന്റെയും അലുമിനിയം ഫ്രെയിം കൊണ്ടാവാം. പിന്നെ നമുക്ക് പോക്കോ ആണെങ്കിൽ ഒരു 35K മീൻസ് ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് സന്തോഷിക്കാം. 35Kയിലുള്ള ഫോണല്ലേ, കുഴപ്പമില്ല. ഒരു 80,000 രൂപയുടെ ഫോൺ മേടിച്ച് ചൂടാവുന്നതിന്റെ അത്ര ഒന്നും ആവത്തില്ലല്ലോ, നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷെ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. 35,000 ആണെങ്കിലും 80,000 ആണെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. സോ ഏതായാലും ചിന്തിച്ച് മേടിക്കുക. സോ ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. കാരണം ഇതിന്റെ ഡ്രോബാക്സും ഹൈലൈറ്റ്സും ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതെങ്കിൽ കമന്റും കൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.